പൂരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്നത് ആനയൂട്ടിന് വേണ്ടിയാണ്. അപ്പം എല്ലാവരും അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം അവർക്കുള്ള ഭക്ഷണം എത്തിയിട്ടില്ല. അങ്ങനെ ഇലയൊക്കെ എല്ലാവർക്കും ആദ്യം തണ്ണിമത്തം കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ ആർക്കും ക്ഷമയില്ല കേട്ടോ. കണ്ടപാടെ തുമ്പിക്കൈയൊക്കെ ഇട്ട് നേരെ വലിച്ച് കൊണ്ടുപോവുകയാണ്. പാപ്പന്മാർ അതിനെ വിലക്കുന്നുണ്ട്. അത് കഴിഞ്ഞത് കരിമ്പ് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ കഴിഞ്ഞുകൊണ്ടാണ് അത്. തണ്ണിമത്തം കൊടുത്ത് തീർന്നിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ഐറ്റമായ കരിമ്പ് വന്നു. പിന്നെ അടുത്ത ഐറ്റം അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പഴം. ഫേവറേറ്റ് പഴമായിരിക്കുള്ളൂ എപ്പോഴും. പിന്നെ അതിൻ്റെ കൂടെ ഓറഞ്ച് ഉണ്ട്. അങ്ങനെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇതിങ്ങനെ വായിലേക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ വേറെ ശർക്കര അങ്ങനെ എല്ലാമായിട്ട് ആനയൂട്ട് നടക്കുകയാണ്. അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞു. വിഭവങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊടുക്കുന്നൊരു ചേട്ടൻ പുള്ളിയാണെങ്കിൽ കുറേ നേരമായി തുമ്പിക്കായിട്ട് ഇങ്ങനെ വലിക്കണോ വേണ്ടേ എന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പാപ്പാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഗജപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ശാന്തി വന്നിട്ട് ഗജപൂജയൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് ഇവർക്കിത് കൊടുക്കുന്നത്. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രവാസിയായ കാരണം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. കാരണം ഒരുപാട് മുന്നേ ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം എവിടെ ആനയൂട്ട് ഉത്സവം ഉണ്ടെങ്കിലും പോകുമായിരുന്നു. മെയിനായിട്ടൊരു ആനപ്രേമിയാണ്. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് ഇതൊക്കെ മിസ്സാവാറാണ് പതിവ്. ഇപ്രാവശ്യം എന്തായാലും ഉത്സവമൊക്കെ കൂടാൻ പറ്റി. അങ്ങനെ പൂജ കുറച്ച് ടൈമുണ്ട്. ചടങ്ങുകളാണല്ലോ. കുറച്ച് ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ടൈമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ വെയിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് വെയിറ്റിങ്. അങ്ങനെ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ പൂജ കഴിഞ്ഞു, ഗജപൂജ കഴിഞ്ഞു. മറ്റേ റെഡി സെറ്റ് ഗോ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ഇന്ദ്രസേനൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ആനയൂട്ട് തുടങ്ങി. ആദ്യം ഒരു ചേച്ചി കൊണ്ടുപോയിട്ട് പഴമാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും ഹാപ്പി. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് അതിലെന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതെല്ലാനും ഓരോരുത്തരായിട്ട് കൊടുത്ത് പൂജ ചെയ്ത ശാന്തി ചോറിൻ്റെ ഒരു ഉരുള കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു തുടങ്ങി. അങ്ങനെ എല്ലാവരും ഹാപ്പി. ഈ വർഷത്തെ ഉത്സവം അങ്ങനെ കഴിഞ്ഞു.